എവരിവൺ, വെൽക്കം ടു മൈ ഹാപ്പിനെസ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഗോവയ്ക്ക് പോയതിൻ്റെ വീഡിയോ ആണ് കേട്ടോ എന്ന് വരുന്നത്. അപ്പോൾ എന്താ പറയുക, അടിപൊളി യാത്രയായിരുന്നു. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുമ്പോൾ ഭയങ്കര വിഷമത്തിലാണ് പോയത്, തിരിച്ചു വന്നപ്പോഴും അതുപോലെ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കുള്ള കുറച്ച് മൊമെൻറ്റ്സ് മാത്രമായിരുന്നു ഞാൻ എൻജോയ് ചെയ്തതെന്ന് പറയുന്നത്. പോകുന്ന സമയത്ത് ഒന്നാമത് വളരെ ബിസി ആയിരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഭയങ്കര ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പോകേണ്ട ആ ഒരു സമയമായപ്പോഴേക്കും നമുക്ക് വളരെ വയ്യാതെയായി. അപ്പോൾ യാത്ര പോകാനുള്ള ആ ഒരു മൂഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പോകാൻ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 25 വർഷങ്ങൾക്ക് ശേഷം ആളെ 25 വർഷത്തെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പാണ്. അതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു 5 വർഷമൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട്. ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റിയൊക്കെ ഒരു അവസരം ഒത്തു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാൻ, അതൊന്നും നടന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര വിഷമമുണ്ടായിരുന്നു അവരെ മിസ് ചെയ്യുന്നതിൽ. പിന്നെന്താ, അവിടെ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ അവിടെ ഒന്ന് എത്തി കുറച്ചൊന്ന് സെറ്റ് ആവുന്നവരെ, അവിടുത്തെ ആ ഒരു വൈബിലേക്ക് എത്തുന്നവരെ എനിക്കൊരു മൂഡുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഇങ്ങനെ പതുക്കെ ഓരോന്ന് യാത്രകളൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. എൻജോയ് ചെയ്ത് വരുമ്പോഴേക്കും തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയായി. അതാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, കുറേ വർഷത്തെ എൻ്റെ ഒരു ആഗ്രഹമാണ് ഗോവയ്ക്കുള്ള ട്രിപ്പ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ പോയപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്, എല്ലാവരും പറയുന്ന പോലെ തന്നെ വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ, ഇപ്പോൾ ബാംഗ്ലൂർ പോയപ്പോഴും എനിക്ക് അതുപോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് റെഫറൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയതാണ്. പക്ഷേ ആ പോയ പോലെ ഒന്ന് ട്രിപ്പ് വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരുടെയും പ്ലാനിങ്ങുകൾ തമ്മിൽ അത്രയും അങ്ങോട്ട് ചേർച്ച ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക, കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു ഞാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ എന്നെ സംബന്ധിച്ചെന്ന് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മാക്സിമം അവിടെ നമ്മളെപ്പോഴും പോകുന്നൊന്നുമല്ലല്ലോ. ഇപ്പോൾ ഇവിടെ എറണാകുളം നമ്മുടെ വീടിൻ്റെ ചുറ്റുമുള്ളൊരു സ്ഥലത്ത് പോകുന്ന പോലെ പിന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരാൻ പറ്റുന്നൊരു സ്ഥലം അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയൊക്കെ യാത്ര കുറച്ചും കൂടി ഡിസ്റ്റൻസിൽ പോവുകയാണെങ്കിൽ മാക്സിമം ആ ലൊക്കേഷൻസ് മാക്സിമം കവർ ചെയ്യാനും അവിടെ എന്തൊക്കെയുണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും എനിക്കിഷ്ടമാണ് കേട്ടോ. എനിക്ക് അങ്ങനത്തെയാണ് ഇഷ്ടം. എൻ്റെ കൂടെ വന്ന ആൾക്കാർക്കെല്ലാം തന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു ഇഷ്ടം. പിന്നെ അവർക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാക്സിമം റെസ്റ്റ് ചെയ്ത് വളരെ കുറച്ച് സമയം മാത്രം ഇങ്ങനെ കാഴ്ചകൾ കാണുക, അങ്ങനെയൊക്കെ പോകുക എന്നുള്ളതൊക്കെ ആയിരുന്നു അവരുടെ ഇഷ്ടം. അപ്പോൾ അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇഷ്ടങ്ങൾ ഉണ്ടാവുമ്പോൾ എന്താ പറയുക, നമ്മൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അവിടെ എത്തിയിട്ട് പോകണമായിരുന്നു. ആക്ച്വലി ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ അങ്ങനെയാണ് വിചാരിച്ചത്. ഇവിടുന്ന് ഒരുമിച്ചൊക്കെ പോകുമ്പോഴേ അവിടെ പോയിട്ട് നമുക്ക് സെപ്പറേറ്റ് പോകാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും നടന്നില്ല മീൻസ് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെല്ലുന്ന കഴിയുമ്പോൾ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് വേറെ ആയിരുന്നു. ഇവിടുന്ന് പോകേണ്ട സമയമൊക്കെ ആയിപ്പോയിക്കാം. എനിക്കപ്പോൾ പ്രോപ്പറായിട്ട് ആ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് എത്താനോ ഉള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും നടക്കുന്ന പോലെ നടക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അതിൽ നിന്നൊന്ന് പുറത്തേക്ക് വരാൻ ഇത്തിരി സമയമെടുത്തു. അപ്പോഴേക്കും പിന്നെ അതിൻ്റെ ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ അപ്പോൾ പല സ്ഥലങ്ങളും ഞാൻ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസം എവിടെയൊക്കെ പോകണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ആക്ടിവിറ്റീസിന് എത്രയൊക്കെ സമയം കൊടുക്കണം, അതൊക്കെ എഴുതി ചെറിയൊരു പോക്കറ്റ് ബുക്കിലാക്കി വെച്ചിട്ടാണ് ഞാൻ യാത്ര തിരിച്ചത്. ഈവൻ ഓരോ ദിവസവും ഡ്രസ്സ് പോലും ഞാൻ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഫുള്ളി പ്ലാൻഡ് ആയിട്ടൊരു ട്രിപ്പ് പോകണേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാനില്ല, അതേസമയം അവിടെ മാക്സിമം കവർ ചെയ്യണം എന്നുള്ളതും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ട് അതിലെനിക്ക് വളരെ കുറച്ച് ഇഷ്ടപ്പെട്ട വീഡിയോസും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളും അവിടുത്തെ ആ കാണിച്ച ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് സിനിമകളിലും ഒക്കെ വന്നിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളത് മാത്രം സെലക്ട് ചെയ്ത് വെച്ചതാണ്. കാരണം നമ്മളുടെ ഈ ഒരു ലിമിറ്റഡ് ടൈമിൽ നമുക്ക് അതേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ കണ്ടുവച്ചിട്ട് പോയ ഒരു കാര്യങ്ങളായതുകൊണ്ട് തന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാര്യം അത്രയും പ്ലാൻ ചെയ്തിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കാണ്ടായി കഴിഞ്ഞാൽ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോവും. അപ്പോൾ എന്താ പറയുക, ഞാൻ ഭയങ്കര ഇറിറ്റേറ്റഡായി ഞാൻ ഇറിറ്റേറ്റഡായ ചുറ്റുമുള്ളവരെയും കൂടി ഞാൻ ഇറിറ്റേറ്റ് ചെയ്യും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു ചീത്ത സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു എൻജോയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു ദിവസം ഒരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ബസ്സിൻ്റെ മുകളിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നതാണ്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നല്ല രസമായിട്ടുള്ളൊരു യാത്രയായിരുന്നു, അതും ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ പോയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞങ്ങളൊരു വാക്സ് മ്യൂസിയം പോയിട്ടുണ്ടായിരുന്നു. കിടുക്കാച്ചി വാക്സ് മ്യൂസിയം ആയിരുന്നു കേട്ടോ. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയതാണ്, അങ്ങോട്ടായിട്ട് പോയതൊന്നുമില്ല. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ഞങ്ങളൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് വാക്സ് മ്യൂസിയം എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എന്നാൽ പിന്നെ വെറുതെ ഒന്ന് കയറി നോക്കിയാലോ എന്ന് ചോദിച്ചിട്ട് കയറി പോയത്. അയ്യോ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷാരൂഖ് ഖാനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഷാരൂഖ് ഖാനെ നേരിട്ട് കണ്ട ഒരു പ്രതീതിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണം എന്നുണ്ടായിരുന്നു. എൻ്റെ മോളിങ്ങനെ കളിയാക്കി, അമ്മയ്ക്ക് ഇത്ര ഇഷ്ടമാണോ ഷാരൂഖ് ഖാനെ എന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. സത്യം എനിക്ക് അത്ര ഇഷ്ടമാണ്. ഓക്കെ,
അപ്പോൾ കൊതി വരുന്നു കപ്പലോടുന്നു അതിൽ. അപ്പോൾ അങ്ങനെയൊക്കെ കേട്ടോ. അത് കഴിയുമ്പോൾ പിന്നെ ചേട്ടന് ഇഷ്ടപ്പെട്ട ആളും ഒക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ളവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു പ്രതീക്ഷയും ഇല്ലാതെ പോയ ഒരു സ്ഥലമാണ് ചപ്പോറ ബീച്ച്. എൻ്റെ പൊന്നെ, എനിക്ക് അവിടുന്ന് ഇപ്പോഴും എനിക്ക് ആ വിഷ്വൽസ് എൻ്റെ കണ്ണിൽ നിന്ന് മായുന്നില്ല. അല്ലെങ്കിൽ അവിടെ സമയം സ്പെൻഡ് ചെയ്തത് എനിക്ക് ഒട്ടും മതിയായില്ല. ആക്ച്വലി ഞങ്ങൾക്ക് അന്ന് തിരിച്ചു വരേണ്ട ദിവസമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ആ സമയത്ത് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയത്. 5:45 കണ്ടിരുന്നു ട്രെയിൻ, അല്ല നമുക്ക് ഹോട്ടലിലേക്ക് തിരിച്ചെത്തേണ്ടിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് 7 മണിക്കോ 7:30 8 ആ ഒരു റേഞ്ചിലായിരുന്നു നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പോഴേക്കും നമുക്ക് തിരിച്ച് ഹോട്ടലിൽ വന്ന് പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനുള്ള സമയം എടുക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ആ സമയത്ത് വന്നത്. തലേ ദിവസം അങ്ങനെയാണെങ്കിൽ രാത്രി ആയാലും അവിടെ നിന്ന് പോരില്ലായിരുന്നു. പിന്നെ അവിടെ ഇത്ര ഒരു സമയം കഴിഞ്ഞാൽ അവർ പിടിച്ച് പുറത്താക്കുക, അത് വേറെ കാര്യം. എന്നാലും പക്ഷേ അതിൻ്റെ അടുത്തുള്ള ബീച്ചുകളൊക്കെ ഉണ്ടല്ലോ, കിണങ്കാച്ചി ബീച്ചുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കത് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടം, ഇപ്പോഴും എനിക്ക് സങ്കടം മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ കൂടി ഗോവയിൽ എന്തായാലും പോകുന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് മാക്സിമം എനിക്ക് കുറച്ച് പ്ലാൻ ഉണ്ട് ഈ പറഞ്ഞ പോലെ. അപ്പോൾ അതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് മാത്രമേ പോവുള്ളൂ. പിന്നെ പോവുകയാണെങ്കിൽ ചേട്ടനെയും ഉണ്ണിനെയും മാത്രമേ കൂട്ടുള്ളൂ. വേറെ ഒരാളുടെ കൂടെയുള്ള ഒരു ട്രിപ്പിനും ഞാൻ പോകില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആ ഒരു ഇഷ്ടങ്ങൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ വെക്കാൻ പറ്റും. വേറെ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ആ ഇഷ്ടങ്ങൾ അങ്ങനെ നമുക്ക് നടക്കില്ല, അവർക്ക് വേറെ ഇഷ്ടങ്ങളായിരിക്കും. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ അത്ര സുഖം ഉണ്ടാവില്ല. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ പോകുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ഒരേ വൈബ്, അതാണ് എപ്പോഴും നമ്മൾ പറയും, യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ വൈബുള്ള ആൾക്കാരുടെ കൂടെ പോകണമെന്ന് പറയുന്നതിൻ്റെ ഒരു വലിയൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതില്ലാന്ന് വെച്ചാൽ നമ്മുടെ മൂഡ് മൊത്തം പോകും. അത് നമ്മൾ എത്ര ഫ്രണ്ട്സാണ് അല്ലെങ്കിൽ എത്ര ഫാമിലിയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം എല്ലാവരും ഇഷ്ടങ്ങൾ വേറെയാണ്. അത് ഓരോ വ്യക്തികളെ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കുക. അതിന് നമുക്ക് വേറെ ഒന്നും പറയാനൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, എൻ്റെ ഇഷ്ടങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളത് എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു ടീമിൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ നമ്മളുടെ കോമൺ ആയിട്ടുള്ള ഇഷ്ടങ്ങളോ കാര്യങ്ങളൊക്കെ, കോമൺ ആയിട്ടുള്ളത് എല്ലാം നടക്കുന്നൊന്നുമല്ല, പക്ഷേ കുറച്ച് ഇഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്കൊരു സ്ഥലത്ത് പോകുമ്പോൾ. അപ്പോൾ അതൊക്കെ നടക്കുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് മാത്രം ട്രിപ്പ് പോകണമെന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. അത് ഞാൻ എപ്പോഴും നോട്ട് ദ പോയിന്റ് എന്ന് പറയുന്നത് അത് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യും. അത് വിട്ടിട്ടുള്ളൊരു കളിക്ക് ഞാൻ തയ്യാറാവില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ രാത്രി ഇവിടെ, പിന്നെ എനിക്ക് അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് അറിയോ, ഞങ്ങൾ ഒരു ദിവസം രാത്രി 1 മണി 2 മണി 3 മണി നേരത്തൊക്കെ അവിടെ കിടന്ന് നടന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ കൂടെയൊക്കെ. ആരും നമ്മളെ നോക്കാനില്ല. നമുക്ക് എന്ത് ധൈര്യമായിട്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് പലരും പുറത്തൊക്കെ പോയിട്ടുള്ളവർ പറയാറുണ്ട്, പുറത്ത് പോകുമ്പോൾ ആ ഒരു ഫ്രീഡം എന്ന് പറയുന്നത് സത്യമായിട്ട് കേട്ടോ, അത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരു സംഭവമാണ്. പിന്നെ അതേപോലെ ഇപ്പോൾ സ്ലീവ്ലെസ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ബീച്ച് വേ പോലത്തെ ഒരു ഡ്രസ്സാണ് ഇട്ടിരുന്നത്, അതും ഈ പറഞ്ഞ പോലെ ആരും നോക്കുന്നില്ല. നമ്മളുടെ അവിടെ നിന്ന് പോകുന്നവരെല്ലാം അടിച്ച് ഫിറ്റായി വാള് വെച്ചോടുകൂടിയൊക്കെ കോൺതിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മദ്യ ഷോപ്പിൽ കയറി കഴിയുമ്പോഴും, മദ്യം വിൽക്കുന്ന ഷോപ്പുകളിൽ കയറി കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഞാനിത് മദ്യത്തിന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയുന്നൊന്നുമല്ല കേട്ടോ, പക്ഷേ അത് നമുക്കുണ്ടാക്കുന്ന ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ ആക്ച്വലി വരണം എന്നാണ് എന്താ പറയുക ഞങ്ങളൊരു ബോട്ടിലൊക്കെ വാങ്ങിച്ചത്. അതല്ലാന്ന് വെച്ചാൽ അതിൻ്റെ തലേ ദിവസം എനിക്ക് പറയുന്നത് ലിവറിന് ചെറുതായിട്ടൊരു കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയാണ്. എനിക്കിതിനോട് വലിയ ഇഷ്ടമില്ല. പക്ഷേ ഇതിങ്ങനെ ആ ബോട്ടിൽസ്, എനിക്കിങ്ങനെ ആ ബോട്ടിൽസ് കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് ആക്രിക്കടയിൽ നിന്നൊക്കെ പലതരം ബോട്ടിൽസ് കാശ് കൊടുത്ത് മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഭയങ്കര രസമുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിനോടൊരു ഇഷ്ടവും കൂടിയുള്ള ആൾക്കാർ എന്തായാലും കുടിച്ചു പോകും, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അപ്പോൾ അത് കേട്ടോ, അന്ന് രാത്രി പറഞ്ഞ പോലെ ഞങ്ങൾ അവിടെയൊക്കെ കിടന്ന് ഇങ്ങനെ നടന്നു, ആരും ഒരു ഇതുമില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം സിംവെയർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് സ്യൂട്ട് വാങ്ങിക്കുന്നത്. അത് അവിടെ ചെന്നിട്ട് അവിടുത്തെ തൊട്ടടുത്തുള്ള ഡിക്കാത്ലോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അടുത്ത് തന്നെ അത് ഉണ്ടായിരുന്നു, അത് വരെ നല്ല ഉപകാരമായി. അപ്പോൾ അവിടെ പോയി കറക്റ്റ് സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. പിന്നെ ഈ ബീച്ചിനെ പറ്റിയും അവിടുത്തെ ഒരു കാഴ്ചയും അവിടുത്തെ ഒരു എൻജോയ്മെൻറ്റും എനിക്കറിയില്ല അതെങ്ങനെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന്. നിങ്ങൾ ഒരിക്കലെങ്കിലും പോകണം. ഈ പറഞ്ഞ പോലെ ഇതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതോ ആയിട്ടുള്ള അവിടെ പല സ്ഥലങ്ങളും ഉണ്ടാവും. പക്ഷെ പോകുന്നവരെന്തായാലും തന്നെ വളരെ സമയമെടുത്ത് നിങ്ങൾ ഓരോന്നും വീഡിയോസ് ആണെങ്കിൽ റെഫറൻസ് എടുത്ത് കണ്ടതിന് ശേഷം മാത്രം പോവുക. കറക്റ്റ് ടൈമിങ്ങിൽ, അതായത് വണ്ടി എടുക്കുക. നമ്മൾ അപ്പനെ വണ്ടി എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ച് കെട്ടിക്കൂട്ടി പോകാമെന്ന് വിചാരിച്ചാലൊന്നും നടക്കില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ എല്ലാവരുടെയും ഇഷ്ടങ്ങളും യാത്ര ചെയ്യാനുള്ള കംഫർട്ടും ഒക്കെ ഡിഫറെൻ്റ് ആണ്. സോ നമ്മളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത്, അതായത് പോകും വരും ചെയ്യുന്ന സമയത്ത് മാത്രമൊക്കെ ഒരുമിച്ച് നടക്കുന്ന രീതിയിലൊക്കെ പ്ലാൻ ചെയ്താൽ നമുക്ക് എന്താ പറയുക ഹാപ്പി ആയിട്ട് പോയി തിരിച്ചു വരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ
ഞങ്ങൾക്ക് ഭയങ്കര മിസ് ചെയ്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വൈകുന്നേരം 7 മണിക്കൊക്കെ ഉണ്ടായിരുന്നു ട്രെയിൻ. അപ്പോൾ ഒരു 5 മണിക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിയാലാണ് നമുക്ക് തിരിച്ച് അവിടെ എത്താൻ പറ്റുള്ളൂ. 5 മണി വരെ കണ്ട് ഇവിടെ നിന്ന് അങ്ങ് ഈ ചപ്പോറ ബീച്ചിലേക്ക് എൻട്രി ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ, അതായത് ഈ കോട്ടയിലേക്ക് എൻട്രി ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിടിച്ച് പുറത്താക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിൽക്കാനൊന്നും പറ്റില്ല. എന്നാലും പിന്നെ അതുവരെയെങ്കിലും നമുക്ക് നിൽക്കാമായിരുന്നു, അവർ നിർത്തുന്നവരെയെങ്കിലും നിൽക്കാമായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഭയങ്കര മിസ്സിങ് ആയിട്ട് വന്നു. പക്ഷെ എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി ഗോവയ്ക്ക് പോകുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. അയ്യോ, എനിക്ക് അത്രയും വിഷമവും അത്രയും സങ്കടമുണ്ട്. ഇപ്പോഴും എനിക്ക് ഈ കാഴ്ചകൾ എനിക്ക് ഒരിക്കലും മറക്കില്ല എൻ്റെ കണ്ണിൽ നിന്ന്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു, ഇതിനേക്കാളും എത്രയോ ഭംഗിയുള്ളതൊക്കെ നമ്മുടെ പ്രകൃതിയിലുണ്ടല്ലേ. പക്ഷെ എന്ത് രസമായിരുന്നു, ഭയങ്കര കാമൻ. പിന്നെ ആ ഒരു ക്ലൈമറ്റിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. ചെറുതായിട്ട് മഴ പൊടിയെന്ന് അങ്ങനെ തോന്നി, പക്ഷെ പെയ്തൊന്നുമില്ല, ഭാഗ്യം രക്ഷപ്പെട്ടു. കുറേ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്തു. എനിക്ക് വീഡിയോസ് എത്ര കാര്യം ഇതൊക്കെ ഉള്ളൂ കാണാനെങ്കിൽ പോലും. ആകാശവും കടലും കണ്ടു, രണ്ടും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കണേ. നമ്മൾ ആ പാറക്കെട്ടിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഇത് മൂന്നും ഒരേ ലെവലിലാണെന്ന് നമുക്ക് തോന്നും. അതാണ് ആ ഒരു വിഷ്വലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പുറത്ത് കണ്ടോ മരങ്ങൾ, അപ്പോൾ കാട്, മല, പിന്നെ ഈ പറഞ്ഞ പോലെ കടൽ, ആകാശം എല്ലാം ഒരുമിച്ച്. ഇത് ബീച്ചിലത്തെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് പാവയുടെ സിംവേർ ഇതായിരുന്നേ. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് അതും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പൂളിലൊന്നും കളിച്ച് മതിയായില്ല. പൂളൊക്കെ പിന്നെ ഈ പറഞ്ഞ നമ്മുടെ നാട്ടിൽ തന്നെ എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അവിടുത്തെ വൈബ് എന്താണെന്ന് വെച്ചാൽ അത് അവിടെ തന്നെ കിട്ടുള്ളൂ. അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്, ഓരോ സ്ഥലത്തുള്ള വൈബ് അവിടെ തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്തായാലും ഇതൊരു പ്രത്യേക ഫീലിങ്സാണ്. എന്തായാലും പറ്റുന്നവരെല്ലാവരും ഗോവയ്ക്ക് ഒരു വട്ടമെങ്കിലും ഒന്ന് പോയി നോക്കണം കേട്ടോ. നല്ല അത്രയും സൂപ്പർബ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരിക്കും അത്. നന്നായിട്ട് പ്ലാൻ ചെയ്ത് നമ്മളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് പോകാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി.